ഇപ്പോൾ കുറച്ചധികം നാളായി നിങ്ങളെ കണ്ടിട്ട്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാനിപ്പോൾ വെക്കേഷൻ നാട്ടിൽ വന്നിട്ടാണ്. അപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വീട് ഒരുവിധം നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ സാധാരണ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അമ്മ ഞങ്ങൾക്ക് ഉംകേരി ഉണ്ടാക്കി തന്നിരിക്കാറുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്ന് ഉംകേരി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ വീഡിയോ ഓൾറെഡി ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു പാമ്പിനെ കണ്ടിട്ട് അതിൻ്റെ ചെറിയ ബഹളമൊക്കെയും ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും വീഡിയോ ഒക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നുകൂടി പറയാം അതിനെ റെഡിയാക്കാന്ന്. ഉംകേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മിയാണ് വേണ്ടത്. ഉമ്മി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലിൻ്റെ പുറത്തുള്ള തൊണ്ടിനെയാണ് ഉമ്മി എന്ന് പറയുന്നത്. ഈ ഉമ്മി നന്നായിട്ട് ചൂടാക്കിയിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തീ കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് ഉമ്മിക്കേരിയായിട്ട് വരുള്ളൂ. അടിയിൽ നിന്ന് മാത്രം തീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഉമ്മി കരിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് ഇത് റെഡിയായി കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ച് കഴിഞ്ഞിട്ട് അത് ചൂടാകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അല്ലെങ്കിലും ഉമ്മിക്കേരി കരിഞ്ഞു പോകും. അപ്പോൾ എൻ്റെ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് 20-ാം തീയതി ആയിരുന്നു. പക്ഷേ 20-ാം തീയതി ഫ്ലൈറ്റൊക്കെ ക്യാൻസൽ ആയതുകൊണ്ട് പോകാൻ വേണ്ടി പറ്റില്ല. പിന്നെ 26-ാം തീയതിക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ശരിയായില്ല. ഇപ്പോൾ 31-ാം തീയതിക്ക് കൊച്ചിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും വെയിറ്റിംഗ് ലിസ്റ്റിലാണ് കിടക്കുന്നത്. പക്ഷേ ശരിയാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. ഉമ്മിക്കേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. ഉമ്മിക്കേരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെ പല്ല് വെച്ചുകൊണ്ടിരുന്നത് ഉമ്മിക്കേരി കൊണ്ടുണ്ടോ. ഉമ്മിക്കേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ നെല്ലിൻ്റെ പുറത്തെ തൊണ്ടുണ്ടല്ലോ, ആ തൊണ്ടിന് ഉമ്മി എന്നാണ് പറയുന്നത്. ആ ഉമ്മി ഇതേപോലെ ഇങ്ങനെ കലത്തിലിട്ടിട്ട് കരിയിച്ചിട്ട് എടുക്കും. അങ്ങനെയാണ് ഉമ്മിക്കേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കലത്തിലിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ചൂടായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തീ വരും. തീ വന്നു കഴിയുമ്പോൾ ഇതാണ്ട് കരിഞ്ഞിട്ട് ആ ഉമ്മിക്കേരിയുടെ നല്ല കറുത്ത കളറായിട്ട് വരും. ഇത് ഫസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഇപ്പോൾ ഉമ്മി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ഉമ്മിയുടെ ഉള്ളിലേക്ക് തീ കൊടുക്കാണ്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉമ്മിയുടെ ഉള്ളിലേക്ക് തീ കൊടുക്കുമ്പോൾ അത് കത്തുള്ളൂ. അത് ഉള്ളിലേക്ക് വയ്ക്കാമോ? ആയിട്ടില്ല. അതിപ്പോൾ റെഡി ആയിട്ടില്ല കേട്ടോ. ഒന്നുകൂടി അത് നമ്മൾ അടി കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അല്ലെങ്കിൽ അടിയിൽ അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അത് വെണ്ണീറായി പോകും. ഒന്നും കൂടി കത്തണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് തീ പിടിക്കുള്ളൂ. ഇപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് തീ പിടിച്ചിട്ടാ. അപ്പോൾ അത് 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ തീ കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഉമ്മി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് തീ പിടിക്കുള്ളൂ. അപ്പോൾ തീ ഇതേപോലെ ഉമ്മി നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം. നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ തീ ഇതേപോലെ ഇങ്ങനെ പിടിക്കും. ഇത് നന്നായിട്ട് കരിഞ്ഞിട്ട് നമ്മുടെ ആ ഉമ്മിക്കേരിയുടെ ഒരു കളറായിട്ട് വരും. ഇതിൻ്റെ ഉമ്മിക്കേരി ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കും. തീ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ തീ കെടില്ല. അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് തീ പിടിച്ച് കഴിയുമ്പോൾ പിന്നെ അത് കെട്ടുപോകും. റെഡിയായോ? ചൂട് കൊണ്ട് ഒന്നുകൂടി ശരിയാ. അത് ഈ പോലെ അമ്മ എടുത്തിട്ട് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടാണ്. നല്ലൊരു കറുത്ത കളറായിട്ടുണ്ട്. ഈ തീ തന്നെ കെടുവോ? നിലത്തിട്ടാലേ കെടുള്ളൂ. ഞാൻ തീ കെടുത്ത് നമ്മള് ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ താഴെ സിമെന്റ് തറയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം പേപ്പറിലേക്ക് അങ്ങനത്തെ സാധനങ്ങളിലേക്കൊന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതങ്ങനെ എടുത്തിട്ട് താഴത്തേക്ക് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കുറച്ചും കൂടി പരന്ന പാത്രം. ഇത് കുറച്ചും കൂടി പരന്ന പാത്രത്തിൽ വേറെ ഉണ്ടാക്കണതല്ലോ. അത് പെട്ടെന്ന് തീ പിടിച്ചു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇത് കുറച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പരന്ന ഇതേപോലത്തെ ചട്ടിയിൽ, ഇത് മൺചട്ടിയുണ്ട് വെച്ചേക്കുന്നത്. ഇതേപോലെ ഉമ്മിയിട്ടിട്ട് ഇപ്പൊ തീ അങ്ങനെ കെട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടി പരന്ന പാത്രമായിരുന്നു. പിന്നെ കുറച്ച് ഉമ്മി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ 2ാമത്തെ ഉണ്ടാക്കിയത് കേട്ടോ. കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വേറെ പാത്രത്തിലേക്ക് പകർത്താൻ കേട്ടോ. ഈ പേപ്പറിലേക്കൊന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം നല്ല ചൂടാണല്ലോ. ഇതേപോലെ എന്തെങ്കിലും ഇതിപ്പോൾ ഒരു പാത്രത്തിൻ്റെ മൂടിയാണ് എടുത്തേക്കുന്നത്. മൂടിയിലേക്കാണ് പകർത്തുക. തീ ആ പാത്രത്തിൽ തന്നെ ഇരുന്നിട്ട് മുകളിൽ കെട്ടണോ? തീ പാത്രത്തിൽ ഇരുന്നിട്ട് മുഴുവൻ കെട്ടണോ? കെട്ട് കഴിഞ്ഞിട്ട് ഇതിലാക്കി ഇടാം.
കുറേ നേരം ഇരുന്ന് കരിഞ്ഞോയില്ലേ? വെണ്ണൂറാവും. തീ ഒന്ന് കെട്ട് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വരുമ്പോ തന്നെ നമ്മൾ മാറ്റണം അല്ലേ? ഇതിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി വെണ്ണൂറ് എങ്ങനെ ഇനി ഇത് ഉംകേരി ആവാത്തത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ സെപ്പറേറ്റ് ഒന്ന് ഇത്തിരി തീ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അമ്മ പറയുന്നത് പണ്ട് കാലത്ത് ഇതേപോലെയാണ് മൺചട്ടി വാങ്ങിച്ചിട്ട് പുതിയ മൺചട്ടി മയക്കി എടുക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. അതിന് നമുക്ക് ഇത്രയ്ക്കധികം ഉമ്മിയിടേണ്ട ആവശ്യം ഉണ്ടാവില്ല. കുറച്ച് ഉമ്മിയിട്ടിട്ട് ഇതേപോലെ അങ്ങനെ കരിച്ചിട്ട് ചൂളക്ക് വെക്കണ പോലെ എടുക്കും. അപ്പോൾ ഈ മൺചട്ടിക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇരിക്കുന്നോണല്ലേ കുറെ നാൾ പൊട്ടാണ്ട്. പക്ഷെ ഇപ്പൊ ആർക്കും ഇതേപോലെ ഉമ്മി കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ ആർക്കും ഇതേപോലെ അങ്ങനെ ചെയ്ത് ആരും കേട്ടിട്ടില്ല. ഇപ്പൊ എല്ലാവരും മൺചട്ടി മയക്കിയിട്ട് എടുക്കുന്നത് കഞ്ഞെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് എടുക്കാറ്. അപ്പൊ നിങ്ങൾക്ക് ഉമ്മിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുതിയ മൺചട്ടി വാങ്ങുമ്പോൾ മയക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ഉമ്മി ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ ഉമ്മിക്കേരിയുടെ ഇതാക്കിയിട്ട് എടുക്കണം. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർക്കും. ചൂടോടുകൂടി ചേർക്കരുത്, കാരണം ചൂടോടുകൂടിയിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ അത് വെള്ളം പോലെയാവും. മീനക്ക് ഉമ്മിക്കേരി കണ്ടിട്ട് മീനാ അവളാണ് ഉമ്മിക്കേരിയിട്ടാണ്. ഇതിങ്ങനെ നമ്മൾ പാത്രത്തിലേക്ക് പകർത്തി വെച്ചാലും ഇതേപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചൂടുകൊണ്ട് ഇരുന്നിട്ട് അത് വെണ്ണീറായി പോവും. നമ്മൾ ഇങ്ങനെ ഉമ്മിക്കേരി തേച്ച് നോക്കുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇങ്ങനെ തേക്കുമ്പോൾ ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവും. ആ തരിതരിപ്പ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആദ്യം നെല്ലുമ്മ കുത്തിയിട്ടൊരു വലിയൊരു ഉമ്മിയില്ലേ, ആ ഉമ്മിക്ക് പറയണ ഈ തന്നേക്കണ ഈ തവിട് പോലെയുള്ള സാധനം തന്നു. ഇത് പൊടി ഉമ്മിയായി അല്ലേ? പൊടി ഉമ്മി. അപ്പൊ ഞാൻ എന്താ ഇങ്ങനത്തെ ഇപ്പൊ എങ്ങനെയാ തരാന്ന്. അത് അമ്മ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നല്ല ഈ പൊടിയല്ലാത്ത ഉമ്മി കിട്ടണത്രേ. ഇതിപ്പോ കുറച്ച് പൊടിയായിട്ടുള്ള ഉമ്മിയാണത്രേ. അപ്പോൾ പണ്ട് കാലത്തേക്കും അതേപോലെ ഇങ്ങനെ ഒട്ടും ഇങ്ങനെ പൊടിഞ്ഞു പോവാത്ത ഉമ്മി കിട്ടുമായിരുന്നത്രേ. അപ്പൊ അത് വെച്ചിട്ട് നീളനെയുള്ള ആ നെല്ലുമേന്ന് നെല്ല് കുത്തിയിട്ട് അന്ന് മിഷ്യത്തിൽ വെച്ചിട്ടൊന്നും അല്ലല്ലോ ചെയ്യണത്, ഇങ്ങനെ ഉരുളിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ നല്ല നീളത്തിലുള്ള ഉമ്മി കിട്ടും. ഇപ്പൊ ആൾക്കാരൊക്കെ ഇപ്പൊ ഒന്നും അങ്ങനെ നമ്മൾ മിഷ്യത്തിലേക്ക് ഇട്ട് കുത്തിയിട്ട് വരുമ്പോ ഈ ഉമ്മി ഭയങ്കര ചെറുതാവാം. അപ്പൊ അത് ഉമ്മിക്കേരി അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ പണ്ടത്തെ അത്രയ്ക്ക് അങ്ങനെ നന്നായിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ നമ്മ ഉണ്ടാക്കി തന്നെ ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അത് നമുക്കതിന് കുഴപ്പം തോന്നിയിട്ടില്ല. പക്ഷെ പണ്ടത്തെ ഉപയോഗിച്ചവർക്ക് അത് ഇപ്പൊ ഇതേപോലെ കാണുമ്പോൾ അവർക്ക് അതിനകത്ത് ചെറിയ വ്യത്യാസം തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ ഉമ്മി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ടാമത് എടുത്തിരുന്ന ഈ മൺചട്ടി പുതിയ മൺചട്ടി ആയിരുന്നു കേട്ടോ. അപ്പൊ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മൺചട്ടിയും മയക്കി എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഉമ്മിക്കേരിയും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മൺചട്ടി മയക്കി എടുക്കും റെഡി ആയിട്ടുണ്ട്. രണ്ടും കൂടിയിട്ട് ഒറ്റ പ്രാവശ്യത്തിൽ കഴിയും. ഇത് റെഡി ആയി കഴിയുമ്പോൾ ഇതേപോലെ ചൂടാറിന വരെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അല്ലെങ്കിൽ ഇത് മൊത്തം അങ്ങോട്ട് എന്താ വെണ്ണീർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചാരം പോലെ അല്ലെങ്കിൽ ഭസ്മം പോലെ ആയി. അത് ചെറുതായിട്ട് ഇങ്ങനെ വെണ്ണൂറാവണ്ടെന്ന് പറയുന്നത്. ഇങ്ങനെ വെളുത്തിട്ട് പൊടി പോലെ വരും. ഞാൻ വെണ്ണൂറത് തീക്കട്ടാണ്. ഇപ്പൊ ഉമ്മിക്കേരി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതായത് ഉപ്പ് ചേർക്കുന്നതിന് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് ആയിരുന്നാലും നമ്മുടെ പല്ലിനൊക്കെ നല്ലതാണല്ലോ. അപ്പൊ അത്യാവശ്യം കുറച്ച് നന്നായിട്ട് ചേർക്കണം. അങ്ങനെ ഉമ്മിക്കേരി തേച്ചവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഉമ്മിക്കേരി തേക്കുമ്പോൾ ചെറുതായിട്ടൊരു ഉപ്പിൻ്റെ രസം കൂടിയിട്ടുണ്ടാവും. അപ്പം അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പും കൂടി ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് പല്ലിന് നല്ലതാണല്ലോ. പിന്നെ ഈ ഉമ്മിക്കേരിക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ ഒരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പും കൂടിയും ചേർക്കുമ്പോഴായിരിക്കും അതിനൊരു പല്ല് തേക്കാനൊക്കെ ഒരു നല്ല സുഖം ഉണ്ടാവുക. ഉപ്പ് നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ട്. ഇതൊരു ഡബ്ബയിലാക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി. എത്ര നാൾ വരെ വേണമെങ്കിലും ഇത് കേടുവരാണ്ടിരിക്കും. ഇതാട്ടോ നമ്മൾ നാട്ടിൽ പണിതുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ അടുക്കളയുണ്ടത്. പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇത് ഓപ്പൺ കിച്ചനായിട്ടാണ് പണിതേക്കുന്നത്. അത് ഇതിനു മുമ്പ് എൻ്റെ അവിടുത്തെ കിച്ചൻ്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഓപ്പൺ കിച്ചന് എപ്പോഴും നല്ലതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളും ഇവിടെ അതേപോലെ തന്നെ ഓപ്പൺ കിച്ചനാണ് പണിത്.
ഇവിടെ ഐലൻഡ് കിച്ചൺ പോലെയായിട്ട് കൊണ്ടുവരുന്നത്. അതൊരു ചെറിയൊരു സിങ്ക് വെച്ചിട്ടുണ്ട്. വലിയ സിങ്ക് വേറെ സെപ്പറേറ്റ് വെക്കുന്നുണ്ട്. സ്റ്റൗ ടോപ്പാട്ടോ, സ്റ്റൗ ടോപ്പ് മൂടി വെച്ചേക്കാം. ഇതിൻ്റെ മുകളിൽ എക്സോസ്റ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയാണ് വേറെ വലിയ സിങ്ക് വെക്കുന്നത്. പണികളൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഇങ്ങോട്ടേക്കും കുറച്ച് ഷെൽഫുകളേക്കും വരുന്നുണ്ട്.